വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണഗതിയിൽ അരി അരച്ചിട്ട് അല്ലെങ്കിൽ റവയും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ റവയും മൈദയും ഒക്കെ കൂടി കുതിർത്തിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ് അല്ലേ. എന്നാൽ ഇത്തവണ നമുക്ക് വ്യത്യാസമായിട്ട് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് കുറച്ച് വെള്ളത്തിൽ നമ്മളൊരു 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. നമ്മളിതിലേക്ക് ശർക്കരയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാം ശർക്കര ഞാൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ഉണ്ട ശർക്കര ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകി പോകണ്ട. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സൈഡിലൊന്ന് ഇരിക്കട്ടെ. നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായി കുതിർന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഈ നുറുക്ക് ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുപഴം ചേർത്ത് കൊടുക്കണം. ചെറുപഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. നമുക്ക് ഈ പഴത്തിനെ ചെറുതാക്കിയൊന്ന് നുറുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പാളയംകോടൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരയ്ക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് ഒരുപാട് ഫൈൻ പേസ്റ്റൊന്നും ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് ചെറിയ തരികളൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് റവ, ഞാൻ വറുത്ത റവ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ റവയും മൈദയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ നുറുക്ക് ഗോതമ്പ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് റവയും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ. നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ പേടിക്കേണ്ട, നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഈ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനിയുടെ ആ ഒരു ലൂസ്, ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ലൂസായിട്ട് പോകാതിരിക്കാനായിട്ടൊന്ന് നോക്കിയാൽ മതി. അതേപോലെ തന്നെ മാവും നമുക്ക് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേര് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കിങ്ങനെ പഴം ചേർത്താൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. എന്നാൽ പഴം ചേർക്കാതെ നമുക്ക് സോഫ്റ്റായിട്ട് പല റെസിപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ച് തിക്കായിരിക്കണം, എന്നാൽ ഒരുപാട് ലൂസും ആകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ഇനി നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് ടേസ്റ്റ് കൂടുക. ഇനി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ സ്പൂൺ വെച്ചിട്ട് ഈ മാവ് ഒന്ന് കോരി ഒഴിച്ച് വറുത്തെടുക്കാം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തായിട്ട് അല്ലെങ്കിൽ തേങ്ങ വേണമെങ്കിൽ ചിരകിയിട്ട് ഫ്രഷായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ കുഴിയിലേക്കും മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഉണ്ണിയപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും അപ്പുറത്ത് പോയി പണി ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പം പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കായിട്ട് അതിൻ്റെ ഷേപ്പൊന്നും പോയി കിട്ടില്ല.
ഇതെനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോവാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ വെന്ത് തുടങ്ങി ഉടനെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം ഇത് പൊട്ടിപ്പോവില്ല, കറക്റ്റ് ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിലർക്ക് ഒരുപാട് മൊരിഞ്ഞ ഉണ്ണിയപ്പമായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല സോഫ്റ്റായിട്ട് ഒരുപാട് മൊരിയാത്ത ഉണ്ണിയപ്പമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഒന്ന് നോക്കുക, വെന്തോ എന്ന് മാത്രം നോക്കിയാൽ മതി. രണ്ട് സൈഡും ഒരേപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എൻ്റെ ആദ്യത്തെ ബാച്ചിന് കുറച്ച് മൂപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് അതൊരു കറക്റ്റ് പാകം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നമുക്ക് അതനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് മൂത്ത് പോകാതെ കരിഞ്ഞ് പോകാതെ നമുക്ക് ആ ഒരു കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഉണ്ണിയപ്പച്ചട്ടിയിലെ കുഴിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് മാവ് വീതം മാത്രമേ കോരി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് മാവ് കൂടുതലായിക്കഴിഞ്ഞാൽ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്കൊക്കെ ലീക്കായി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഉണ്ണിയപ്പം കിട്ടില്ല. എപ്പോഴും എണ്ണ കുറച്ചധികം തന്നെ വേണം. ഈ ഉണ്ണിയപ്പം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വേണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും അല്ലേ? റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിറ്റ് കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടാറുണ്ട്. അപ്പോൾ ആ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി വീട്ടുകാർക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാരമൽ കസ്റ്റർഡ് പുഡിംഗ്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും പുതിയ അപ്ലോഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് വെജ്, നോൺ വെജ്, ഡെസേർട്ട്സ്, കേക്ക്സ്, കുക്കീസ്, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് എനിക്ക് ഭാവിയിൽ മുന്നോട്ടും ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഇടാനായിട്ട് മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.